അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മുസ്തഫ മൗലവി എന്ന ആളായിരിക്കണം. അദ്ദേഹം നടത്തിയതായിരിക്കുന്ന ഒരു നിക്കാഹ് എന്ന് പറയുന്നത് അത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ ആ നിക്കാഹ്, പിന്നെ അദ്ദേഹം പറയുന്നത്, അത് എല്ലാം കേട്ടതിന് ശേഷം നമുക്കല്പം സംസാരിക്കാം. കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. വത്സലൻ രേഖ ദമ്പതികളുടെ മകൾ ആര്യ എവിയും മുഹമ്മദ് ഇസ്ഹാഖ് ഷാഹിദയുടെ മകൻ അലി കാർഗിലും ഇന്നിവിടെ വിവാഹിതരാവുകയാണ്. ഈ വിവാഹത്തിന് സാക്ഷിയാകുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിവാഹത്തിനുള്ള സവിശേഷത, ഈ രണ്ട് ആളുകളും രണ്ട് പ്രദേശത്തുകാരാണ് എന്നതുപോലെ രണ്ട് മതക്കാരുമാണ്. രണ്ട് മതക്കാർ തമ്മിൽ മതം മാറാതെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടും വിവാഹിതരാകാം എന്ന് വേദങ്ങളൊക്കെ പറയുന്നുവെങ്കിലും അങ്ങനെ സാധാരണ നിലക്ക് നടന്നു വരുന്നത് കാണാറില്ല. അതിന് കാരണം മനുഷ്യൻ സാമുദായികമായി മാത്രം ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പരസ്പരം ഉൾക്കൊള്ളാനും അറിയാനും അംഗീകരിക്കാനും സാധിക്കുന്ന ആളുകൾ ഏത് മത സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും പരസ്പരം വിവാഹം ചെയ്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഖുർആൻ പറയുന്നു. സൂറ മാഇദയിൽ അത് വളരെ കൃത്യമായി പറയുന്നു. വേദക്കാർ പരസ്പരം വിവാഹം ചെയ്യാം. ബഹുമാനമുള്ളവരെ, ഈ നിക്കാഹ് എന്ന് പറയുന്നത് പുണ്യമായ കാര്യമാണല്ലോ. പിന്നെ ഇതര സമുദായക്കാർക്ക് അവരുടെ ഒരു കല്യാണം അത് അവരുടെ ആചാരത്തിൽ ചെയ്യുന്ന, ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു ആചാരത്തിൽ, ഹിന്ദുക്കളിലും ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതത് ആചാരത്തിൽ ചെയ്യുന്നത് അവർക്കത് പുണ്യമാണ്. അപ്പോൾ ഏത് മതമാണെങ്കിലും അവിടെ കല്യാണം കഴിക്കുന്നവർ, അവിടെ ചെറുക്കനും പെണ്ണും ആകേണ്ടത് അത് സെയിം ജാതിയാണ്. മുസ്ലിമാണെങ്കിൽ അത് മുസ്ലിമാണെങ്കിൽ മുസ്ലിം ചെറുക്കനും മുസ്ലിം പെണ്ണാണ്. ഹിന്ദു ഒരു സ്ത്രീയും ഒരു യുവതിയും പിന്നെ മുസ്ലിം യുവാവും ചേർന്നുള്ളത് അതിന് നിക്കാഹ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? അതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇദ്ദേഹം ചെയ്തത് ഒരുപാട് പെൺകുട്ടികൾ, നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ, അത് നിങ്ങൾക്കൊരു പഴയ വീഡിയോ നിങ്ങൾ കാണാം, ഇൻഷാ അല്ലാഹ് കണ്ടോളൂ. ബഹുമാനമുള്ളവർ, ഇതാണ് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടിയാണ് അവിടെ ഹിന്ദു യുവാവിനെ പ്രേമിച്ചും കൊണ്ട് കല്യാണം കഴിക്കുന്നത്. അവർക്ക് പ്രേമിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ മതക്കാരായതുകൊണ്ട് അവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ ഓടി പോകുന്നത് അമ്പലങ്ങളിലേക്കാണ്. അവിടുത്തെ പൂജാരി ഇത് ആരാണ്, എന്താണ്, അഡ്രസ്സ് ഏതാണ്, മാതാപിതാക്കളുടെ അവരുടെ പെർമിഷനുണ്ടോ ഒന്നും ചോദിക്കാതെ ഇവർ എന്താണ് അവിടെ പറഞ്ഞത് അതിനവർ നടത്തി കൊടുക്കും. അതാണ്. അതവിടെ അവർ വണ്ടി വന്നാൽ വണ്ടിക്ക് പൂജ ചെയ്തു കൊടുക്കും. അതുപോലെ കല്യാണം കഴിക്കാൻ പോയാൽ അതിനെ കഴിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളൊരു ചെറ്റ സമ്പ്രദായം നല്ല ആൾക്കാർ ചെയ്യുകയില്ല. നല്ല അമ്പലങ്ങളിൽ, അത് പുണ്യകരമായ നല്ല നല്ല അമ്പലങ്ങൾ, അവർക്ക് പുണ്യമായ കാര്യങ്ങൾ, അവർക്ക് പുണ്യമായ സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഇത് നടക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സാധാരണ ഉള്ള ഒരു ചീപ്പായ കാര്യങ്ങൾ ചെയ്യുന്ന അമ്പലങ്ങളാകട്ടെ, പള്ളികളാകട്ടെ, അതല്ലെങ്കിൽ ഇതര സമുദായക്കാർ ഏത് തരത്തിലുള്ളതാണെങ്കിലും അത്തരം ഒരു വേഷധാരികൾ, അവർക്ക് പേര് മാത്രമാണ്, മുസ്ലിമിൻ്റെ പേരായിരിക്കാം, അവൻ മുസ്ലിം പണ്ഡിതനെന്ന് മുസ്ലിയാർ എന്ന് പേര് വെക്കാം, മൗലവി എന്ന് വിളിക്കാം, ഒരുപാട് ആയത്തും ഹദീസും ഓതി കേൾപ്പിക്കാം, അവൻ പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും ഇസ്ലാമിനെ ഫസാദാക്കാൻ അവൻ വരും. അതുപോലെ ഹിന്ദുക്കളും അവരുടെ മതത്തിനെ ഫസാദാക്കാൻ വേണ്ടി ആരാണ് എന്താണെന്ന് ചോദിക്കാതെ
മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സഹായിക്കുന്ന ചെറ്റകൾ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ചെറ്റയാണ് ഈ മുസ്തഫ മൗലവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബഹുമാനമുള്ള, അതിന് ആദരവോട് കാണേണ്ടതുമായ, പിന്നെ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് ലൈംഗിക എന്ന് പറഞ്ഞാൽ. അവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലൈംഗിക എന്നുള്ളത് അത് തമ്മിൽ രണ്ട് കുടുംബക്കാരും ഒത്തുചേർന്നുള്ള, അവരുടെ പെർമിഷനുള്ള, അവർക്ക് പൊരുത്തമുള്ളതായിരിക്കണം. ദാമ്പത്യ ജീവിതം എന്നാൽ അവർക്ക് മക്കളുണ്ടാകാനുണ്ട്, അതിലും അവർക്ക് ബർക്കത്ത് വേണമെന്നുള്ള ഒരു നിയ്യത്തും. പ്രേമിച്ച് നടക്കുക ഏതെങ്കിലും മൗലവി എന്ന് പറഞ്ഞോ, ഏതെങ്കിലും പട്ടന്മാർ എന്ന് പറഞ്ഞോ, ഏതെങ്കിലും പൂജാരികളെന്ന് പറഞ്ഞോ നിക്കാഹോ അതല്ലെങ്കിൽ കല്യാണമോ കുങ്കുമം ഇട്ടത് കൊണ്ടോ അത് കല്യാണമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്ര ദീനികളെ ഫസാദാക്കുന്ന, മതങ്ങളെ ഫസാദാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളതിനാൽ അതുപോലെയുള്ള ഒരു ചെറ്റയാണ് ഈ മുസ്തഫ മൗലവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നിക്കാഹ് ഒരിക്കലും ആവില്ല. ഇവൻ ആരാണ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പെർമിഷൻ കൊടുത്തത്? അതാണ് ചോദിക്കാനുള്ളത്. എന്നും പറഞ്ഞു നടക്കാം, ഇതിനെ ആരും പറയാനും കേൾക്കാനും ആരുമില്ല. കാരണം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അവർക്ക് ബ്രേക്ക് ഇല്ലാതായിരിക്കുന്നു. അവരുടെ ജീവിതം അവർ ദുനിയവ്യായ ജീവിതം കൊതിച്ചു പോയി. ദീനിയായ കാര്യം അവർക്ക് പറയാൻ സമയമില്ലാതായിപ്പോയി. അതുകൊണ്ട് ഇത്തരക്കാർ വന്നാൽ അത്ഭുതമില്ല. അത്രേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.